എത്ര നേരമായി വിളിച്ചു പോയി കിടക്കുന്നത്. വാ, എന്താ ഓടി വാന്ന്? എന്താട്ടത്? അതെ, എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയണ്ട. കഴിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞിട്ട് പോ. വിശക്കുന്നെന്ന്. നിനക്ക് എത്ര പിള്ളേരാ? എനിക്ക് 3 പിള്ളേര്. എനിക്ക് 3 പിള്ളേരാ. എടി, നിനക്ക് ഈ 3 പിള്ളേരുണ്ടായിട്ട് നിന്റെ അമ്മ നിനക്ക് എന്തെങ്കിലും തന്നു? പേരിനൊരു നരുന്ത് പോലത്തെ ഒരു മാല ഇട്ട്. എന്തോ നരുന്ത് പോലത്തെ ഒരെണ്ണം? അത്രയല്ലേ ഉള്ളൂ. എന്റെ ഈ 3 പിള്ളേർക്ക് ഇതുവരെ നിന്റെ അമ്മ ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, അതിപ്പോ എങ്ങനെയായിട്ട് ഏട്ടത്തി അങ്ങ് അമേരിക്കയിലല്ലേ, അവിടെ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ ഞങ്ങക്ക് മാല? ഞങ്ങൾ ഇവിടെ വന്നപ്പോ തരാറുണ്ടല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം ഏട്ടത്? പ്രശ്നം ഇപ്പൊ കാണിച്ചുതരാം. ഇതുണ്ടായത് ഇത് ഫോണല്ലേ? നല്ല ഡിസൈൻ, നല്ല രസമുണ്ടല്ലേ? ഇതേ മീനാക്ഷിയുടെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിട്ട് നിന്റെ അമ്മ പണിയിപ്പിച്ച് വെച്ചേക്കുന്ന 2 പവന്റെ മാലയാ. മീനാക്ഷിക്ക് എപ്പോഴാ കൊച്ചുണ്ടായത്? എന്തൊരു കഷ്ടമായിട്ട് നീ കളിക്കുന്നത്. ഏട്ടത്തിക്ക് എന്നെ ഒന്ന് വിളിച്ച് അറിയിച്ചൂടായിരുന്നു നമുക്ക് കൊച്ചുണ്ടായ വിവരം. കഴിഞ്ഞോ? എടി, മീനാക്ഷി പ്രസവിച്ചിട്ടില്ല. മീനാക്ഷിക്ക് കൊച്ചുണ്ടാവുമ്പോ അപ്പോൾ ഗർഭിണിയായോ? ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നെ 2ആയിട്ട് കാണുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് വിളിച്ച് പറയാൻ. ഞാൻ പറയുന്ന നീ മുഴുവൻ ഒന്ന് കേക്ക്. പറയേ. മീനാക്ഷിക്ക് ഏതെങ്കിലും കാലത്തൊരു കൊച്ചുണ്ടാവുമല്ലോ. ഉണ്ടാവും. അന്ന് ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി അമ്മ പണിയിപ്പിച്ച് വെച്ച 2 പവന്റെ മാലയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കാലത്ത് കൊച്ചുണ്ടാവുന്നതിന് ഇപ്പോഴേ ഇത്രയും നല്ല മാല, അത് 2 പവന് പണിയിപ്പിച്ച് വെച്ചേക്ക്. അതിന് നീ കണ്ണ് തള്ളാൻ പോകുന്നതേ ഉള്ളൂ. ഏതോ ഒരു 50 സെന്റ് ആ കൊച്ചിന് കൊടുക്കുന്ന കാര്യം കൂടെ അമ്മ പറഞ്ഞായിരുന്നു. അയ്യോ, അതോ? പോയി. അത് പോയി. അതെങ്ങനെ നടപ്പുള്ള കാര്യമാണ് ഏട്ടത്തിയത്? അത് എന്നോട് നീ പറയുന്ന കാര്യം അമ്മയോട് പോയി പറയണോ? അത് അമ്മയോട് പറയുന്നത് എങ്ങനെയാ? 50 സെന്റ് 2 പവനും. എന്റെ മക്കളൊക്കെ അനുഭവിക്കേണ്ട സ്വത്ത് സ്വർണ്ണമല്ലേ? ജനിക്കാൻ പോലും പ്ലാൻ ചെയ്യാത്ത ആ കൊച്ചു അനുഭവിക്കാൻ പോണേ. എടി, അതാ അതിന്റെ കുട്ടൻസ്. കല്യാണം കഴിഞ്ഞ് ഇത്ര നാട്ട് അവള് ഗർഭിണിയായിട്ടില്ലല്ലോ. അവള് ഗർഭിണിയാകാൻ വേണ്ടി അമ്മ കൊടുത്തേക്കുന്ന ഓഫറാണിത്. ആ ഓഫർ എന്തുകൊണ്ട് എനിക്കൊന്നും തന്നൂടെ അമ്മയ്ക്ക്? ഞാൻ 1, 2, 3 വേണമെങ്കിലും പ്രസവിക്കരുതല്ലേ? എനിക്ക് കിട്ടിയാലും കഴിക്കത്തൊന്നുമില്ല. ഞാൻ റെഡിയാ. ഏടത്തേക്ക് താണല്ലോ. ഏടത്തേക്ക് ഇത്രയും വയസ്സ് പ്രായക്കായില്ല. ഇനി അതല്ല ഇവിടുത്തെ വിഷയം. ആ 2 പവനും 50 സെന്റ് അവൾക്ക് കിട്ടാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. എനിക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ 50 സെന്റും 2 പവനും അങ്ങനെ ജനിക്കാത്ത പോലും കൊച്ചിന് കൊടുക്കാൻ പറ്റത്തില്ലെന്നേ. എത്ര പിള്ളേരാണ് നമ്മുടെ ഉള്ളത്? പിന്നെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടോ അമ്മ? 3 6 നിൽക്കുന്നു. അല്ല, ഞങ്ങൾ നോക്കട്ടെ. എനിക്ക് 2 പെമ്മക്കളാ. എനിക്ക് ഒരെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ളവരല്ലേ? എടി, അതല്ല. എനിക്കിപ്പോ നീ ഒരു ഉപകാരം ചെയ്യണം. ഒന്നെങ്കിൽ ആ 2 പവന്റെ മാല നീ അടിച്ചു മാറ്റി എന്റെ കൊണ്ട് തരണം, അല്ലെങ്കിൽ ഈ പ്ലാൻ മുടക്കണം. 2 പവന്റെ മാല ഞാൻ അടിച്ചു മാറ്റുന്ന കാര്യം ഏറ്റു. ഈ പ്ലാൻ മുടക്കുന്ന കാര്യം ഏറ്റു. നീ പറയുന്നത് ഞാൻ വാങ്ങിച്ചു തരും. പിന്നെ ഞാനാണ് ഈ കാര്യമൊക്കെ നിന്നോടത്ത് പറഞ്ഞതെന്ന് അവിടെ പോയി പറഞ്ഞേക്കും. ഞാൻ അങ്ങനെ പറയോ? ശരിയല്ല. പോകുന്ന നോക്കിയിട്ടില്ലേ? ഇത്രയും വലിയ വീടും വെച്ച് അതിന് വേണ്ടിട്ട് 2 പവന് വേണ്ടി എന്നിട്ട് കടി പിടിക്കാൻ നിൽക്കുന്നു. അതെ, 2 പവനും 50 സെന്റ് സ്ഥലമാണ്. കട്ടയ്ക്ക് മമ്മിയോട് നിന്ന് വേണം നമുക്കത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. മമ്മി അടിച്ചു മാറ്റാൻ പോവാണോ? അടിച്ചു മാറ്റലൊക്കെ തെറ്റില്ല. അയ്യോ, ഭയങ്കര തെറ്റാ. ഇവിടെ നിന്നെയൊക്കെ ഇങ്ങനെ പല പോലെ വളർത്തിയെടുത്തത് ഇവിടുന്ന് കട്ടും മൂട്ടിച്ചും കൊണ്ടുവന്ന പൈസ കൊണ്ട് തന്നെയാ. അല്ല, നിന്റെ അച്ഛൻ വളർത്തിയൊന്നും അല്ലല്ലോ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ അച്ഛന് കിട്ടുന്നത് അറിയാലോ. അവിടെ നന്നായിട്ട് പുറത്തിനിട്ട് ഞാൻ ശരിയാക്കും. കേട്ടലാണ്ട മമ്മി, ഞങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നോളാം. ഡോർ ലോക്കായി പെട്ടു. അമ്മായി വന്ന് വാതിലടച്ചത് അപ്പൊ ലോക്കായി. അമ്മായി അമ്മാവനെ വിളിച്ചേക്കാ. ആര് വരും? അമ്മാവനെ. അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെള്ളം ഇറക്കണേ. തുറക്കാൻ പറ്റുന്നില്ല. ഇടി വല്ല ബെഡ്റൂം വല്ലതും കിട്ടുമോ നോക്ക്. കുത്തിയെങ്കിലും പിന്നെ എന്തിനാണ് ഞാൻ ഇത്ര വളർത്തിയത്? പിന്നെന്താ ചെയ്യുന്നത്? അത് തന്നെയല്ല ഞാനും പറഞ്ഞു, പറ്റുന്നില്ലെന്ന്. എന്താ ഫോൺ എടുക്കാത്തെ? ചേച്ചി അവിടെ ഇരിക്കുന്നു.
എന്താ കാര്യമൊന്നുമില്ല പറഞ്ഞു. എന്താ വലിയ പ്രശ്നം? അതൊരു വലിയ പ്രശ്നമുണ്ടോ ചേട്ടാ? ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാതായോ? എന്താ ഇത്ര വൈകിയേ? വാ എനിക്ക് പറയാം. കാര്യം ഇത്തിരി സീരിയസ് ആയിരിക്കും. അതെ, എന്നെ വഴക്ക് പറയരുത്. ഇല്ല, നീ പറ. എന്നോട് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യ. നീ പറ. അതെ, ഇന്ന് രാവിലെ കുറച്ചു മുമ്പേ ഞാന് നമ്മുടെ മുറിയിൽ പോയിട്ടേ തിരിച്ചിറങ്ങി ഡോറ് ലോക്ക് ചെയ്തേ. ഡോറ് ജാമായി പോയി. ഇതാണോ ചേച്ചി വലിയ കാര്യം? അത്രേ ഉള്ളു കാര്യം. ഞാൻ വിചാരിച്ചു ആദ്യം എന്തെങ്കിലും വെട്ടിവാരി വിഴുങ്ങി അവന്റെ തൊണ്ടേ കുടുങ്ങി ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കാന്ന്. അതല്ല, അതാണ് ഞാൻ വിളിക്കുകയല്ല. അതാവുമ്പോ മാനേജ് ചെയ്തോളും. പിന്നെ എത്ര ദിവസം കൊണ്ട് പറയുക ഒരാളെ വിളിച്ചാന്ന് ശരിയാക്കാൻ? ചേച്ചി ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ തള്ളി തുറക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ അതൊക്കെ നോക്കി ഒറ്റയ്ക്ക് കഴിയല്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലല്ലേ രണ്ടും കൂടെ വന്ന് കേറുള്ളൂ. കണ്ണൻ കുഞ്ഞല്ലേ, അവനെ കൊണ്ട് ചേച്ചി മഴക്കാലവും വേനൽക്കാലവും ഒക്കെ ആവുമ്പോഴേ ഇതേപോലെ ഡോർ ജാം ആകുന്ന എല്ലാ വീട്ടിലും അതങ്ങ് മാറിക്കോളൂ. എന്റെ മോനല്ലി ഇന്ന് എന്റെ വീട്ടിൽ ഭയങ്കര തമാശയായിരുന്നു. എന്റെ പെണ്ണുപിള്ള ഉണ്ടല്ലോ, മൂന്നുമലിക്കാരെ വിളിച്ചായിരുന്നു. ബ്ലോക്കിൽ നിന്ന് അവൾക്ക് കുറെ തയ്യോ വിത്തോ ഏതാണ്ടൊക്കെ കൊടുത്ത് അത് കുഴിച്ചിടാൻ വേണ്ടി കുറെ പണിക്കാരെ വിളിച്ചു. 3 പേരെ. അവരുടെ കാര്യം പറയുന്നു. അതില് ഒരുത്തൻ പറഞ്ഞാൽ കുഴി ഒഴിക്കാൻ, പിന്നെ ഒരുത്തൻ തൊട്ട് പുറകെ വരുന്നവന് തൈ നടാൻ, പിന്നെ ഒരുത്തൻ കുഴി മൂടാനായിട്ട്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴേ 2 പേരേ ഉള്ളു. 2 പേരെ വന്നിട്ടുള്ളൂ. ഒരുത്തൻ കുഴി ഒഴിക്കുന്ന പുറകെ വരുന്ന കുഴി മൂടി. അപ്പൊ ചോദിച്ച പറയുക തൈ നടുന്നവൻ ലീവാണ്. അതിനെ തൊല്ലി ഞങ്ങൾ കാശിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി വിളിക്കുന്നത്. ഓടിക്കോട്ട് പോരുവായിരുന്നു. ഇനി വന്നിട്ട് ആ ലോക്കം തുറന്നു ആ കോമഡി കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് സന്ധ്യക്ക് തുറക്കാൻ ചേച്ചി. പിന്നെ തുറക്കാൻ പോലെ അതിന്റെ അകത്തൊന്നുമില്ല. ആരെങ്കിലും ഇരിപ്പുണ്ടോ അതിനകത്ത്? അതിന്റെ രസം എന്ന് പറഞ്ഞാലേ, അല്ല നീ എന്തോ ഒരു പണിക്കാരനായിട്ട് നിൽക്കത്തവിടെ. അവര് നിങ്ങൾക്ക് ഇരിക്കാൻ മേലായിരുന്നു. അല്ല 2 പേരെ വിളിച്ചാ പോരാ? ഒരാള് നിങ്ങൾക്ക് ഇരിക്കാറുണ്ടല്ലോ. അല്ല എനിക്കെന്തിനാ അയക്കുന്നത്? അത് പോയി. നിന്റെ വീട്ടിൽ ഞാൻ പറയുന്നത് എന്നാന്നറിയോ, ഞാൻ നിന്ന് പണിത് കഴിഞ്ഞാലേ കൂലി അവളെ എനിക്ക് തരികയില്ല. ഞാൻ വീട്ടിലെ ആളല്ലേ. പക്ഷെ നിങ്ങൾ നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂലി തന്നേനെ. നിങ്ങൾക്ക് കൂലി കിട്ടുമ്പോ അതിന്റെ പകുതി എനിക്ക് തന്നാ മതിയായിരുന്നു. അയ്യടാ, അതിന്റെ മതി നിനക്കോ? പിന്നല്ലാതെ നിന്റെ വീട്ടിൽ ജോലി ചെയ്തേനോ? എന്താ? ഒന്നുമില്ല, തുറക്കാൻ ശ്രമിച്ചതാ. എന്തിന്? അമ്മായിനെ ഹെൽപ്പ് ചെയ്യാൻ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാരി വരാൻ ഇപ്പൊ തൽക്കാലം ആരും ഇല്ലല്ലോ. അല്ല, മുറി അടഞ്ഞു കിടക്കുന്ന ശരിയല്ലല്ലോ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? വീട്ടില് മുറി അടച്ചിടാൻ പാടില്ലെന്ന് അച്ഛമ്മ പറഞ്ഞേക്കണേ. അതൊക്കെ ഒരു ശാസ്ത്രാത്ര. അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. മുറി തുറക്കാൻ ഒരു ഐഡിയ ഉണ്ട്. കൂടെ നിന്നോണേ. അയ്യോ അർജുനേട്ടാ, ഓടി വരണേ. അർജുനേട്ടാ, അയ്യോ ഒന്ന് ഓടി വായോ. കണ്ണൻ നമ്മുടെ റൂമിനകത്ത് പെട്ടുപോയി. അർജുനേട്ടാ, അർജുനേട്ടാ ഓടി വാ. ഈ മുറിക്കകത്ത് കണ്ണൻ പെട്ടു. കണ്ണൻ ഓടി വാ. അത് കണ്ണൻ പെട്ട് മുറിക്കകത്ത്. അയ്യയുടെ മക്കളെ എപ്പോ വന്നായിരുന്നു? സുഖാണല്ലോ. ഞങ്ങൾ ആരും അറിഞ്ഞില്ല നിങ്ങൾ വന്ന കാര്യം. അതെ, എന്നിട്ട് ശബ്ദം വല്ലതും കേട്ടായിരുന്നു? ഇല്ല. എന്നാ ബോധം പോയി കാണും. ഇങ്ങനെയുള്ള മുറിക്കകത്ത് കയറിയാലേ ശ്വാസം മുട്ടി തല ഇറങ്ങി ബോധം കിട്ടി താഴെ പോകും. ഇതേപോലെ അനുഭവം എന്റെ വീട്ടിലുണ്ടായതാ. എന്റെ 2ാമത്തെ ചെറുക്കനല്ലേ, ഇതേപോലെ ഒരു കുരിപ്പ് ചെറുക്കനെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അവനെ തന്തയ്ക്കും കൊണ്ടായോ എന്നാ നാട്ടുകാർ വിളിച്ചു. സത്യാണ്. മിണ്ടായിരിക്കുന്നുണ്ടോ? ഈ ചെറുക്കൻ ബാത്റൂമിന്റെ അകത്ത് മൂത്രം ഒഴിക്കാൻ വേണ്ടി കേറിയപ്പോ ലോക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കിട്ട് ലോക്ക് തുറക്കുന്നില്ല. 3 ദിവസം അതിന്റെ അകത്ത് ഇടുന്നു. എന്നിട്ട് ഞങ്ങൾ ആഹാരം ഓടളക്കി അതിന്റെ ഇടപെടി കൊടുക്കുവായിരുന്നു. അവൻ അവിടെ നിന്ന് കഴിക്കുന്നു, അപ്പച്ചി പോകുന്നു, അവിടെ നിന്ന് കഴിക്കുന്നു, അപ്പച്ചി പോകുന്നു. എന്നാ പിന്നെ ഓടളക്കി മേളിൽ കൂടെ അവനെ രക്ഷപ്പെടുത്തിക്കൂടായിരുന്നു? പെടുത്തായിരുന്നു. പക്ഷെ ആ ബുദ്ധി ഞങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. അങ്ങനെ എന്റെ മേളിൽ കൂടെ ഇറക്കുമായിരുന്നു. ഇതുപോലെ ഇവളുടെ അമ്മാവിന്റെ വീട്ടിൽ പോയി ഉണ്ടായ വേറൊരു സംഭവം. എല്ലാരും പരിക്കും. അതങ്ങ് വിട്ടുപോയുടെ കാര്യം. മോളിക്ക് മാറിക്കപ്പനെ ശരി. ഇങ്ങനെ വെക്ക് മനുഷ്യ. ഇങ്ങനെ തുറന്നാ മതി. അങ്ങനെയല്ല, നിങ്ങൾ മാറിക്കാൻ ഞാൻ തുറന്നുതരാം. ഒരു രക്ഷയില്ലല്ലേ? ചേച്ചി ഒരു വെട്ടുകത്തിയ വാക്കത്തി എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് വെട്ടിപ്പൊളിച്ചകത്ത് കയറാം. വീട്
വിളിക്കാനൊന്നും പറ്റത്തില്ല. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഇത് ഇങ്ങനെ കൈവച്ചിട്ടെ ആഞ്ഞൊരൊറ്റ തള്ളു തള്ളിയാ മതി, സംഭവം തുറക്കും. അതെന്തിനാ നിർത്തുന്നത്? ഈ കലാസികൾ വലിയ വലിയ പണി ചെയ്യുമ്പോൾ അവർക്കൊരു ഓളം കിട്ടാൻ വേണ്ടിട്ട് ഇതേപോലുള്ള പാട്ടുകൾ പാടും. ശരിയാ. നിങ്ങൾ പാടിക്കോ? ഞാനും കൂടാ. 1 2 3 സ്റ്റാർട്ട്. തുഞ്ചന്റെ തത്തേ തത്തേടെ തുഞ്ച തുഞ്ചന്റെ തത്തേ തത്തേടെ തുഞ്ച പറ്റിച്ചേ കണ്ണനുണ്ടെന്ന് കഥ തുറക്കാൻ വേണ്ടി പറഞ്ഞ കള്ളം പറഞ്ഞതാണ്. അത് വിശ്വസിച്ചു. ഹലോ, എങ്ങനെ ഇതിനകത്ത് നീ സഹദേവന്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞു? അയ്യോ, ഞാൻ സഹദേവന്റെ വീട്ടിലായിരുന്നല്ലോ. ഞാനിങ്ങനെ ഇവിടെ വന്നേ? എങ്ങനെയാ മക്കളെ ഞാനിവിടെ വന്നേ? വാനിഷിംഗ് ബ്യൂട്ടി. ആരാ വാനിഷിംഗ് ബ്യൂട്ടി മറ്റേ മാജിക്കാരി ഒരു വലിയ ബോക്സിൽ കയറ്റിയിരുത്തി ഒരു പെണ്ണിനെ കയറ്റിയിരുത്തും. പിന്നെ ആ ബോക്സ് ഇറക്കുമ്പോ ആ പെണ്ണ് കാണില്ല. അപ്പൊ ഇത് അടുത്ത ബോക്സ് ഉണ്ടാവും ആ പെണ്ണ്. അതുപോലെ അവിടെ കിടന്ന് ഞാൻ ഇവിടെ എത്തി. വാനിഷിംഗ് ബ്യൂട്ടി. പണ്ട് ഞങ്ങളെ ഇവിടെ വാനിഷിംഗ് ബ്യൂട്ടി പഠിപ്പിച്ചാ. ആണോ? പിന്നെ അപ്പൊ എല്ലാരും മാജിക് ഉണ്ടല്ലോ. ശരി എന്നാ ഇവിടെ നിന്ന് വാനിഷിംഗ് ബ്യൂട്ടി. ആ ചേച്ചി, ഈ മാനീഷും കൂട്ടി ഇതിന്റെ അകത്തുള്ളതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഏത് പാട്ടായിരുന്നു? മതി മതി മതി, ഈ ലല്ലല്ല വെച്ചത്. എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒരു സെക്കൻഡ്, കഥ മറച്ചു. മക്കളൊന്നും ചെയ്യുന്നില്ല. ബ്യൂട്ടി അവിടെ നിൽക്കേ ഒരു മിനിറ്റ്. ഒന്നിനുമല്ല, ഒരു രസം. എന്താ ബ്യൂട്ടി ഇപ്പൊ ഇവിടുന്ന് വാനിഷ് ആക്കിയ സാധനം ഇല്ലേ, അതിങ്ങിതാ. അയ്യോ, എനിക്ക് ബ്യൂട്ടി വാനിഷ് ചെയ്യാനേ അറിയാവുള്ളൂ. അല്ല, സാധനങ്ങളൊന്നും വാനിഷ് ചെയ്യാൻ ഞാൻ മാജീഷ്യൻ ഒന്നും അല്ലല്ലോ. ആണോ? ആ വാനിഷ് ചെയ്തത് ഇപ്പൊ ഈ വാനിഷിംഗ് ബ്യൂട്ടി കാണിക്കും. എന്താണ് മോനവല്ലി പറയുന്നത്? നിന്റെ മാജിക്കിൽ ആ വാനിഷ് ചെയ്ത സാധനം കിട്ടാ. ഞാൻ എന്തെടുത്തുന്ന മോനവല്ലി പറയുന്നത്? സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തോലും രോഗം ഉണ്ടെന്നോലും എനിക്ക് അറിയത്തില്ല. സഹദേവന്റെ വീട്ടിൽ കിടന്ന് ഞാൻ ഇവിടെ വരെ എത്തി. ആ, നിനക്കൊരു രോഗമുണ്ട്. ആ രോഗം ഉള്ളതുകൊണ്ടാ പറയുന്നത് എടുത്ത സാധനം തരാൻ. ഞാൻ എന്തെടുക്കാണ് മക്കളെ? പണ്ടായിരുന്നെങ്കിൽ എടുക്കുമായിരുന്നു പിള്ളേർക്ക് പറയും. ഇപ്പൊ എത്ര മര്യാദയോടുകൂടി അത് ജീവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ അവസാനമായിട്ട് പറയുവാ, വാനിഷ് ചെയ്ത ആ സാധനം എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ മുഖത്തിരിക്കുന്ന പല ഭാഗങ്ങളും ഞാൻ വാനിഷാക്കും. ഞാൻ എടുത്തിട്ടില്ല. ചുമ്മാ എന്നെ ആവശ്യമില്ലാതെങ്കിലും സംശയിച്ചോണ്ടല്ലോ. ചുമ്മാതെ മക്കളെ. മാല ഞാൻ എടുത്തത് തന്നെയാ. അങ്ങനെ മീനാക്ഷിയുടെ കൊച്ചിന് മാത്രം മാല ഇട്ടാ പോരല്ലോ, അതും ജനിച്ചിട്ടില്ലാത്ത കൊച്ച്. എനിക്ക് 2 പെൺമക്കളാ. ഇന്ന് വരെ ഒരു മാല എന്റെ അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? നോക്കിക്കേ, അതും 2 പേരുടെ കഴുത്ത് കിടക്കുന്നത്. ഒരു മാല പോലും ഉണ്ടോ നോക്കിയേ. ഒരമ്മ എനിക്ക് അതിന്റെ വേദന ഉണ്ടാവത്തില്ല. ഇത് ജനിക്കാത്ത കൊച്ചിന് വേണ്ടിയിട്ട് 2 പവന്റെ മാല, 50 സെന്റ് സ്ഥലം, ഒരു ദണ്ണം വരത്തില്ലേ? ഞാനത്ര കരിങ്കല്ല് പഠിച്ച മനസ്സൊന്നുമല്ല. എനിക്കുണ്ട് വേദനയൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ മാല എടുക്കുക. പിള്ളേരവിടെ നിന്നോട്ടെ, കൊണ്ടുപോയിട്ട് വല്ല അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ വന്ന് എടുത്തോളാം. നല്ലതല്ല കണ്ടാ, ഇനി അമ്മ കൊടുക്കാന്ന് പറഞ്ഞ 50 സെന്റ് കിട്ടാൻ വേണ്ടി അവളെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ളതാ.